സത്യസന്ധമായ ആലോചനകളിലൂടെ സന്തോഷകരമായ ബന്ധങ്ങൾ ഒരുക്കിയ 36 വർഷങ്ങൾ ബാലയോഗം മാട്രിമോണി. അപ്പൊ ഇതില് മാൻ നമ്മുടെ കൂടുന്ന സ്റ്റാർ മാജിക്കിൽ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡിൽ വന്നതുകൊണ്ട് തന്നെ ആദ്യം നമുക്കൊരു ഗിഫ്റ്റ് കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഒരു കുഞ്ഞു ഗിഫ്റ്റ്. ഓക്കെ, മെറി ക്രിസ്മസ്. ശരിക്കും എൽസമ്മ എന്നുള്ള ആൺകുട്ടി അത് മനസ്സിൽ രജിസ്റ്റർ ആയിട്ടേ ശരിക്കും ഒരു ആൺകുട്ടി സ്വഭാവം ഉണ്ടോ? എന്താണ് ശരിക്കുള്ള ആൻ? എനിക്ക് തോന്നുന്നു പെൺകുട്ടികളും അങ്ങനെ തന്നെയാണ്. എനിക്കറിയില്ല, ഞാൻ ലാലു അങ്കിളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് ആൺകുട്ടി എന്ന് പറയണത്. പെൺകുട്ടികൾ അങ്ങനെ ആവില്ലേ? പെൺകുട്ടിയല്ലേ, എന്തിനാ അതിന് ആൺകുട്ടി എന്ന് പേര് പറയണത്? ശരിക്കുള്ള ആൻ എങ്ങനെയാ? ക്യാരക്ടർ ഞങ്ങളൊന്ന് അറിയട്ടെ. അയ്യോ, എനിക്കറിയില്ല. ഷോർട്ട് ടെമ്പേർഡ് ആണോ? അല്ല, ഭയങ്കര സെൻസിറ്റീവ് ആണോ? സെൻസിറ്റീവ് ആണ്. പിന്നെ എന്താ ചോദിക്കുക? ഇംഗ്ലീഷിൽ 2 ചോദ്യം ചോദിച്ചതും മനസ്സിലായില്ല. അതുകൊണ്ട് പിന്നെ വേറെ ഏതാണ്ട് ചോദിക്കുന്നത് നമുക്ക് പറയാം. നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇവരായി ഇവരുടെ പാടായി. മലയാളത്തിൽ ചോദിച്ചോളൂ. അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പം റെസ്പോൺസിബിൾ ആവാണ്ട് ഒരു ഓപ്ഷൻ ഇല്ല. കാരണം ഒരു കമ്പനി ഉണ്ട്, അപ്പം അത് നടത്തിക്കൊണ്ട് പോണെങ്കിൽ കുറച്ച് റെസ്പോൺസിബിൾ ആവണം. ഒരു ഓൺട്രപ്രണർ ആയിട്ടോ? ഞാനൊരു പ്രൊഡക്ഷൻ ഹൗസ് നടത്തുന്നുണ്ട്. ആഡ്സ്, ചെറിയ ആഡ്സ് അങ്ങനെയൊക്കെ ചെയ്തിട്ട് ബോംബെ, ബാംഗ്ലൂർ ബേസ്ഡ്. അപ്പൊ കടൽ കടന്നു പോയി. പക്ഷെ ഞാൻ അതെങ്ങനെയാണ് കൊച്ചിന്ന് ബാംഗ്ലൂർ കടൽ ഇയാളെ ചുറ്റിയാണ് കന്യാകുമാരി വഴിയാ പോണ? ബാംഗ്ലൂർ ബീച്ചില്ലേ? അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ബാംഗ്ലൂർ എവിടെ ബീച്ച്? ബാംഗ്ലൂർ കൂടെ ബീച്ച്. പക്ഷെ ഞാൻ ഇപ്പോഴും കോഴിക്കോട്ടുകാരിയാണ്. ഞാൻ അവിടെ ബീച്ചുണ്ട്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. താങ്ക് യു സോ മച്ച്. ശശാങ്കൻ ചോദിച്ചു എന്തോ സ്വഭാവം മാനിപ്പുലേറ്റ് ഒന്നുമില്ല, അവൻ വെറുതെ നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഇന്റലിജന്റ് എന്തെന്ന് ശശാങ്കം പഠിപ്പിച്ച കുട്ടിയാണ്. ശശു ഇങ്ങനെയൊക്കെ മുട്ട വെക്കണായിരുന്നോ? അത് അദ്ദേഹത്തെ പരിചയപ്പെടുത്തില്ല. സംഗീത ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആണ് അദ്ദേഹം. ഇവിടെ വന്നത് ഞങ്ങളുടെ ഭാഗ്യം. 8 പ്രബന്ധങ്ങൾ അദ്ദേഹത്തിന്റെ മാത്രമായിട്ട്. അത് ഇരിക്കുന്ന പെരുന്തലേന്റെ മാർഗംകളി ഫിലിം അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റ് ആയിരുന്നു. അത് ഇത് സത്യം അഭിനയിച്ചിട്ടില്ലേ? ഞാൻ അഭിനയിച്ചു. ദൈവം എന്ന് പറഞ്ഞാൽ അയാളെല്ലാം കേട്ടോണ്ട് ഒരു വാക്ക് പോലും മിണ്ടിയില്ല. നീ മനഃപൂർവ്വം കീറി മുറിക്കാൻ ശ്രമിച്ചു. ഏറ്റവും അധികം ഇന്റലിജന്റ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ശശാങ്കൻ ചേട്ടനാണ് കേട്ടോ. അതുകൊണ്ടാണ് ശശു എന്തെങ്കിലും ചോദിച്ചു മലയാളത്തിൽ. അല്ല, ഇനി എന്നാ ഞാൻ ഒരു ചോദ്യമായിട്ട് ചോദിക്കാം നല്ല മലയാളത്തില്. ഇപ്പൊ ചേട്ടാ, മൾട്ടിപ്ലിക്കേഷന്റെ ടേബിൾ ക്രിസ്മസ് ആയിട്ട് മുറിക്കേണ്ടത് കേക്കല്ലേ? ചോദിച്ചോളൂ. ലാസ്റ്റ് ചെയ്ത പടം സോളോ എന്ന് പറഞ്ഞു. അപ്പൊ ഇനി ഒരു സിനിമ ചെയ്യുവാണെങ്കിൽ അടുത്ത നായകൻ ആരായിരിക്കും? ആരോട് ചെയ്യാനാണ് ആഗ്രഹം? അടുത്ത നായകൻ ജയസൂര്യാണ്. അടുത്ത സത്യൻ സാറിന്റെ ബയോപിക് ആണ്. ഈ വർഷം തുടങ്ങണ്ടായിരുന്നു, പക്ഷെ തുടങ്ങാൻ പറ്റിയില്ല. അതുകൊണ്ട് നെക്സ്റ്റ് ഇയറിലേക്ക് മാറി. ആ സിനിമയിൽ സത്യനായിട്ടാണോ ചെയ്യുന്നതെന്ന് സുധിച്ചേട്ടൻ ചോദിച്ചു. എല്ലാം നിനക്ക് ചോദിക്കണ്ട, നീ ചോദിക്കടാ. അല്ലെങ്കിൽ ഞാൻ 10ാം ക്ലാസ്സിൽ ജയിച്ചവര്, നീ തോറ്റവരുവാ. അത് മാഷാണ് ഉത്തരവാദി. എല്ലാം കൂടെ എന്റെ വില കണ്ടു. നീ 10ാം ക്ലാസ്സിൽ തോറ്റനെ നിനക്ക്, പുള്ളി 10ാം ക്ലാസ്സിൽ തോറ്റനെ നിനക്ക് അങ്ങനെ നീ സംസാരിക്കണേ. ഒരു എപ്പിസോഡിൽ നമ്മൾ വരെ ഞെട്ടിയ ഒരു വാർത്തയായിരുന്നു. അതായത് കിഷോറേട്ടൻ നാസിസ്കെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന്. നിങ്ങൾ തമാശ പറയണ ജനങ്ങൾ ആരും ഇത് നിങ്ങൾ പറയണ ഒരു കഥ. ഏത് സബ്ജക്റ്റാ പഠിപ്പിച്ച? പാരൽ കോളേജിലായിരുന്നു. ഏത് സബ്ജക്ട് എന്ന് ചോദിക്കും. ഏത് പഠിപ്പിക്കും. തോറ്റതിന് ശേഷമാണ് അവൻ എന്റെ അടുത്ത് വന്നത്. എന്നിട്ടും അവൻ ജയിച്ചു. അല്ല, കിഷോറണ്ണ ജയിച്ചിരുന്ന അല്ലെങ്കിൽ സ്കൂളിൽ കിട്ടാൻ അതാറായിട്ട്. അവിടുത്തെ ഒരു സാറിന്റെ കാലിൽ ബെഞ്ച് വീണു. അപ്പൊ ഒരു ദിവസമൊക്കെ ജിമ്മാന്ന് വന്നു നോക്കിയതാ. പട്ടാളകൾ മിമിക്രി അതുകൊണ്ട് പുള്ളി കൈന്നിട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഏതായാലും ആൻഡ് ഒരു ഡാൻസോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ടാലൻസ് ഉണ്ട്. അപ്പൊ ഒരുപാട് ഡാൻസേഴ്സ് ഉണ്ട്, വ്യത്യസ്തമായിട്ടുള്ള ഡാൻസേഴ്സ് ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഡാൻസിന്റെ കാര്യത്തിൽ ഒരു ഇത്തിരി ചേട്ടന്മാരിൽ മുന്തി നിൽക്കണം നമ്മുടെ ശശു. മാർഗംകളിയുടെ സ്ക്രിപ്റ്റ് റൈറ്ററും കൂടെ അല്ലേ? അതൊന്നും കൂടെ പ്രൂവ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു മാർഗംകളി പ്ലീസ്. ഞാൻ അന്ന് ഡാൻസ് കളിച്ചതിന്റെ 2 ക്രെഡിറ്റും അതിന്റെ മാസ്റ്റർക്കായിരുന്നു. ക്രെഡിറ്റ് മാഷ് കൊണ്ടുപോയി. അതിന്റെ കേടളിയൻ ഇന്ന് തീർത്തിട്ട് ഫുൾ ക്രെഡിറ്റ് അളിയാൻ മേടിക്കും ഡാൻസ് കളി.
ഓട്ടം തുള്ളലല്ല, മാർഗം കളി. സൂപ്പർ അടിപൊളി. ആ സ്റ്റെപ്പ് അവന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ശശാങ്കൻ ചെയ്ത സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് മാർഗംകളിയിൽ നമ്മുടെ പഞ്ചാബി ഡാൻസ് ഒരു ജുഗൽബന്ദിയിലൂടെ ആ സാധനം ചെയ്തു. അല്ല ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഒരു കാര്യം അറിയാൻ വേണ്ടി. ഈ മാർഗംകളി എന്നുള്ള സിനിമ എഴുതിയെന്നുള്ളതൊക്കെയാണ്, പക്ഷെ അതിനകത്ത് ഈ മാർഗംകളി ഇല്ല. അതിൽ പിന്നെ അങ്ങനെ പേരിട്ടേക്കുന്ന ഒരു മാർഗവും ഇല്ലാത്തപ്പോ കളിച്ച കളി വെച്ചിട്ടാണ്. ഇതേപോലെ ഞാനും ഒരു മാർഗവും ഇല്ലാത്തപ്പോ കളിച്ച കളിയാണ് ഇവിടുത്തെ രക്ഷപ്പെടാൻ. അതാണ് മാർഗംകളി. അസലായി കളിച്ചിട്ടുണ്ട് രണ്ടുപേരും. അതാണ് ശശിനെ കൊണ്ട് പറ്റും. അല്ല, അവർക്ക് കൈ എടുക്കുമ്പോ അറിയാം അത് കളിക്കോ കളിക്കത്തില്ലേ. സത്യസന്ധമായ ആലോചനകളിലൂടെ സന്തോഷകരമായ ബന്ധങ്ങൾ ഒരുക്കിയ 36 വർഷങ്ങൾ. ബാലയോഗം മാട്രിമോണി.